ഈ മൃതദേഹങ്ങൾ കണ്ട് കണ്ട് മരണത്തോടുള്ള പേടി വരെ മാറിയതുപോലെ തോന്നിയിട്ടുണ്ടായി. അങ്ങനെ മരണത്തോട് പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നിട്ടില്ല. പണ്ട് കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൃതദേഹം എടുക്കാൻ തുടങ്ങിയിട്ട് മരണമാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി. മറ്റതെല്ലാം വിദ്യയാണെന്ന് മനസ്സിലാക്കി. യഥാർത്ഥ സത്യം മരണമാണ്. അതിനാ ഭയം ഇല്ലില്ല. ഞാൻ ആളോടും പറഞ്ഞിട്ടുണ്ട് ഭയക്കേണ്ട ആവശ്യം ഇല്ല, എന്തായാലും വന്നേ പറ്റൂ. 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ജീവിച്ചേ പറ്റൂ. ആ സങ്കടം കഴിഞ്ഞാൽ അവന് മരണം ചക്രം പോലെയാണ്, വന്നുകൊണ്ടേയിരിക്കുക. നമുക്ക് ഈ ഒരു കാര്യത്തെ ജോലി എന്നതിനേക്കാൾ ഉപരി സേവനമല്ലേ ഇത്? അല്ല, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ജോലിയായിട്ട്, എനിക്ക് മറ്റൊരു ജോലി ഞാൻ ചെയ്യണില്ല. പല ജോലികളിലും പോയിട്ടുണ്ടെങ്കിലും ആ ഇതിലേക്ക് തിരിച്ചു വന്നു. ഞാനത് ജോലിയായിട്ട് തന്നെ, ഞാൻ സേവനമായിട്ട് കരുതിയിട്ടില്ല. സേവന മനോഭാവം വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ ചെയ്യണ ജോലിയാണ്, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യണതാണ്. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് സേവനം ചെയ്യണതല്ല, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണതാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് വന്നതാണ്. അതുകൊണ്ട് എനിക്കിത് ജോലി തന്നെയാണ്, എൻ്റെ ജോലിയാണ്. മരണങ്ങൾ പലതരത്തിലാണല്ലോ. അപ്പം ഏറ്റവും മനസ്സിൽ ഏറ്റവും മനസ്സ് കല്ലാക്കി ഇറങ്ങേണ്ടത് ഏത് ടൈപ്പ് ഓഫ് മരണങ്ങളിലായിരിക്കും? എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ കല്ലാക്കേണ്ട കാര്യം വന്നിട്ടില്ല. അങ്ങനത്തെ ഓർമ്മയിൽ നിൽക്കണ ഒരു ആത്മഹത്യ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ഗർഭിണി ആത്മഹത്യ, അത് മാത്രം ഓർമ്മയിൽ നമുക്ക് അത് വ്യക്തമായിട്ട് നിൽക്കുന്നുള്ളൂ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ആ കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട കാഴ്ച. എൻ്റെ ഒരു പാടേപ്പാടി കട്ടായിട്ട് അടിവാരിത്രമാൻ കട്ടായിട്ട് പാടേപ്പാടി ഇറങ്ങി പോരുക എന്ന് പറഞ്ഞാൽ ആ ഒരു കാഴ്ച ആദ്യമായിട്ട് കണ്ടുകൊണ്ട് മാത്രമേ അത് മനസ്സിലേക്കുന്നുള്ളൂ. വേറൊന്നും ഇല്ല. അത് റെയിൽവേ ട്രാക്കില് ട്രെയിൻ ആത്മഹത്യ. ചേച്ചി, ഇപ്പം ചേട്ടന്റെ ജീവിതം അല്ലെങ്കിൽ ചേട്ടന്റെ ദിവസേനയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡെയിലി റുട്ടീൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹങ്ങൾ, മരണങ്ങൾ. എപ്പോഴെങ്കിലും അതൊരു വിഷമോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടോ ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വിഷമവും ബുദ്ധിമുട്ടായി തോന്നില്ല. ആൾ ഇഷ്ടപ്പെട്ട് ചെയ്യണ കാരണം കൊണ്ട് ഞാൻ ആ ഇഷ്ടത്തിനൊപ്പം മുമ്പോട്ട് പോകണം. ഇപ്പൊ ആ ഇഷ്ടങ്ങളെ ഞാനും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പം സമൂഹം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം സമൂഹത്തിലെ ആൾക്കാർക്ക് എപ്പോഴും നമ്മളെപ്പോഴും ഭയങ്കര കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന അല്ല അങ്ങനെയുള്ള ജോലികൾക്ക് കിട്ടുന്ന ഒരു ബഹുമാനമോ അല്ലെങ്കിൽ അംഗീകാരമോ നമ്മളെ പോലെ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടണമെന്നില്ല. അതെപ്പോഴെങ്കിലും ഭയങ്കര വിഷമത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? അല്ല, അംഗീകാരം ബഹുമാനം നമുക്ക് വേണ്ട. ഈ ആട്ടലും തുപ്പലും നമുക്ക് സഹിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്തിട്ടാന്നുള്ള ചിന്ത വരും. കാരണം മനുഷ്യനാണല്ലോ, വികാരം ഉണ്ടാവും, വിചാരം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, സ്വഭാവമാണ്, എന്തായാലും വിഷമങ്ങളുണ്ടാവും. അല്ലാതെ ജോലിക്ക് ബഹുമാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചല്ലോ, മൃതദേഹത്തിന് ബഹുമാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. ജോലി അവരൊരു ബഹുമാനം നമ്മളാരും ചോദിച്ചു വാങ്ങേണ്ടതോ പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ബഹുമാനിക്കണമെന്ന് പറയും. കാരണം നമ്മൾ ബഹുമാനിക്കേണ്ട അവസ്ഥയിലായിരിക്കില്ല ജോലി. ഈ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യണ ആരെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ? ആരെങ്കിലും? അപ്പോൾ കാരണം ബഹുമാനമല്ല, അവർ ജോലിയായിട്ട് നോക്കണുള്ളൂ. ഇതും ജോലിയാണ്. ഇതിൽ ബഹുമാനം നമ്മൾ ആഗ്രഹിക്കണില്ല, ബഹുമാനത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് ജോലികൾ വേറെ ഉണ്ട് ബഹുമാനം കിട്ടേണ്ടത്. നമുക്കത് തിരഞ്ഞെടുക്കാമല്ലോ. എപ്പോഴെങ്കിലും വേറൊരു ജോലിയിലേക്കൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ ഈ ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് മുന്നേ വരെ ഞാൻ സമൂഹത്തിന് മുമ്പ് ഒളിച്ചു മാറി കിടക്കണം. അത് പല ജോലിയിലേക്കും പോയിട്ടും ഇത് വരുമ്പോൾ ഇതിലേക്ക് മാത്രമേ വന്നുള്ളൂ. വരുമ്പോൾ മാത്രമേ വരും, വിളിക്കുമ്പോൾ മാത്രമേ ചെല്ലുള്ളൂ പറഞ്ഞു ഒളിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ പുറമെ ഓപ്പണായിട്ട് ജീവിക്കാൻ തുടങ്ങി. അന്ന് സാറുമാർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് എന്തിനാ ഒളിച്ച് ജീവിക്കണേ? ഇന്ന് അതേ ചോദ്യത്തിന് അവരും പ്രസക്തി ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഒളിച്ച് ജീവിക്കണ, നേരായി ജീവിക്കണം. പലയിടത്തും ഞാൻ കേട്ടു എപ്പോഴും പോലീസുകാരെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. അതായത് ഭയങ്കര നന്ദിയോടെ അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്നേഹത്തോടെയും നന്ദിയോടെ മാത്രമാണ് അത് ഓർക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പൊതുവെ പോലീസുകാരെ പറ്റി പറയുമ്പോൾ നാട്ടുകാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിനുള്ള വേറൊരു ചിന്താഗതിയുണ്ട്. അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് വിൻസേട്ടനുള്ള ഒരാളുടെ തെറ്റ് മാത്രം കണ്ടിട്ടാ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലുള്ള ഒരു വ്യക്തിയുടെ തെറ്റ് കണ്ടിട്ടാ എല്ലാവരും വിലയിരുത്തണം. തെറ്റ് കാണാൻ ശ്രമിച്ചേട്ടാ. തെറ്റ് ഒഴുകി അവർ ചെയ്യണം, ബാക്കിയുള്ള നന്മകൾ കണ്ടാൽ മതി. 10 നന്മയാണെങ്കിൽ 2 തെറ്റാണ്ട് സംഭവിക്കും. ആ 2 തെറ്റിനെ അവൻ എടുത്ത് കാണിക്കണുള്ളൂ, 10 നന്മയെ കാണിക്കണില്ല. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ജോലിയിൽ പോലീസുകാരുടെ ഒരു പങ്ക് എത്രയായിരിക്കും? അയ്യോ, 80 അല്ല 100% അവരെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം അവർ ഉത്തരവാദിത്തം നിയമപ്രകാരം നിയമങ്ങൾ നോക്കാനാണ്. ഒരു മൃതദേഹം കണ്ടപ്പെട്ട ബോഡി ബന്ധോസ്ത് വെക്കുക, മൃതദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കുക, നോർമൽ കാര്യങ്ങൾ അന്വേഷിക്കുക, ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. ഇതെല്ലാം അവർ ചെയ്യണം. ഇനിയിപ്പോൾ മൃതദേഹം എടുക്കേണ്ട സാഹചര്യം മൃതദേഹം വരെ എടുക്കേണ്ടത്. അതിന് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജീവനക്കാർ വേണമെന്നാണ് നിയമം. നിലവിൽ നിയമം മാത്രം, ആരും നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം ആയുസില്ല, അതുകൊണ്ട് ഈ ജോലിക്കാരും നിർബന്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ തസ്തികയിൽ ഒരാൾ വേണമെന്നുള്ള തസ്തിക മാറ്റിയിട്ട് ഇപ്പം വേസ്റ്റ് മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യുന്ന തസ്തിക, ഓടകൾ ക്ലീൻ ചെയ്യുന്ന തസ്തികകളാക്കി. ശരിക്കും അവരെയാണ് ജോലി. പണ്ട് കാരണവരെ പറഞ്ഞിട്ടല്ല, എവിടെയും ചത്തിടുന്നാലും മുനിസിപ്പാലിറ്റിക്കാരൊന്നും എടുത്തു പോയിക്കൊള്ളുന്നു. പണ്ട് ആ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നത് പൂർണ്ണമായും നിലനിന്ന് വേണം പറയാൻ. തമിഴ്നാട് സർക്കാരിലൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ അങ്ങനെയാണ്.
അപ്പോൾ ഇപ്പം ചെയ്യുന്നത് പോലീസുകാരുടെ ജോലി പോസ്റ്റ്മോർട്ടം കൊണ്ടും തീർന്നിട്ടില്ല, കേസ് അന്വേഷണം കൊണ്ട് തീർന്നില്ല. അവൾ ബോഡി ബന്ധോസ് കിട്ടുന്ന പോലീസുകാരന് ഈ കിട്ടുന്ന ഡോക്ടർ പാക്ക് ചെയ്യുന്ന ബയോക്സിക്കുള്ള രാവിലേക്കുള്ള സാധനങ്ങൾ വരെ കൊണ്ടുവന്നാക്കി അതിൻ്റെ റിസൾട്ട് വരെ വേണം. ഇതേറ്റവും എല്ലാ അവസാനം വരെ അവർ വേണം, പോലീസ് വേണം. ഒരു മൃതദേഹത്തിന് ബഹുമാനം കൊടുക്കുന്ന പോലീസാണ്. ജീവനുള്ള ആൾക്ക് അവരെന്ത് ചെയ്തെന്ന് എനിക്ക് നമ്മൾ കാണുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മരിച്ചൊരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കാമെങ്കിൽ അത് പോലീസ് കൊടുക്കുള്ളൂ. ഈ നിലവിൽ ആർമി വേറെ അതത് ഡിപ്പാർട്ട്മെന്റ് പറയാം. ഞാൻ പറഞ്ഞ നിലവിൽ മൃതദേഹങ്ങളായിട്ട് ഡെയിലി കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നിയമം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് സ്റ്റേറ്റ് പോലീസ്. അപ്പം അവരെ നന്നായിട്ട് ബഹുമാനം കൊടുക്കുന്നുണ്ട്. ചവിട്ടി താഴ്ത്തല്ല, നമുക്ക് മൃതദേഹത്തിന് ബഹുമാനം കൊടുക്കുന്ന നമ്മൾ കണ്ടാൽ പോരെ. മറ്റുള്ള കാര്യങ്ങൾ ഞാൻ കാണാറില്ല, നന്നായിട്ട് ബന്ധമില്ല. അപ്പം എനിക്കത് മാത്രം കാണാറുണ്ട്. ഈ മുങ്ങിമരണങ്ങളാണോ കുറച്ചും കൂടി ഏറ്റവും പാടായിട്ടുള്ളത്? അല്ല, ഭാരമൊന്നുമില്ല. ഇല്ല, ഭാരം തോന്നിയില്ല. മുങ്ങിമരണങ്ങൾ ട്രെയിൻ അടിച്ചുകൊണ്ടെങ്കിൽ ഈ ആലുവ ഏരിയകളിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. പിന്നെ ആലുവ എന്ന് മാത്രമല്ല, എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതും വാഹനാപകടത്തെക്കാളും കൂടുതൽ മുങ്ങിമരണവും ട്രെയിൻ അപകടങ്ങളുമാണ്. പക്ഷെ വാഹനാപകടങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നതുകൊണ്ട്, മറ്റേത് ആത്മഹത്യകളായതുകൊണ്ടും ഇത് അപകടമായതുകൊണ്ടും രണ്ട് വ്യത്യാസമായിട്ട് കാണുന്നു ജനങ്ങൾ. എന്തുകൊണ്ടായിരിക്കും ഈ ആലുവയിൽ തന്നെ ഇത് കൂടുതലായിട്ടുണ്ടാവുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇവിടെ എല്ലാത്തിനും സൗകര്യമുണ്ട്. പുഴയ്ക്ക് പുഴ, റെയിൽപ്പാളത്തിന് റെയിൽപ്പാളം. അപ്പോൾ അപകട സാധ്യത ഏറിയതും ആത്മഹത്യ ചെയ്യാൻ സാധ്യതമാർക്ക് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ കുറേ പേര് അന്ധമായ വിശ്വാസം, ഇവിടെ വന്ന് ചെയ്ത പുണ്യം കിട്ടുന്നുള്ള അന്ധമായ വിശ്വാസം കുറേ പേരാ. ഓ, ആലുവ പുഴയിൽ നിന്നുള്ള വിശ്വാസത്തോടെ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ എത്ര പേരുണ്ട് അങ്ങനെയുണ്ടോ? പിന്നെ മണപ്പുറത്തൊക്കെ വന്ന് ചാടിയിട്ട് തൊഴുതും കുളിച്ച് ചാടിപ്പോയി എത്ര പേരുണ്ട്, എത്ര സംഭവിച്ചിട്ടുണ്ട്. ആണല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ വരും എന്തായാലും, എങ്ങനെയായാലും പുഴയിൽ വരും. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഇറക്കുന്നുണ്ട്. അവിടെ വീണതാണെങ്കിൽ ആലുവപ്പുഴയിൽ വന്ന് എവിടെ നിന്ന് വന്നാലും ആലുവപ്പുഴയിൽ കിടന്ന് ചുറ്റും വന്നില്ലെന്നല്ലേ, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകില്ല. ഈ 4 കൂടി ചുറ്റുള്ളൂ ആലുവപ്പുഴയിൽ. അല്ലാണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകില്ല. ഇനി ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ട് ഷട്ടർ തുറക്കണം, എന്നാൽ നേരെ കടലിലേക്ക്, അല്ലാതെ വേറെ മാർഗമില്ല പോകാൻ. അപ്പം എന്തായാലും ഇവിടെ വരും, എവിടെ പോരും. പെരിയാറിൽ എവിടെ വീണാലും ഇവിടെ വരും, കിട്ടിയില്ലെങ്കിൽ. ആണല്ലേ? എത്ര ദിവസം പഴക്കമുള്ള മൃതദേഹങ്ങൾ വരെ നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് കിട്ടും പുഴയിൽ? അതും മൃതദേഹത്തിൻ്റെ നമ്മുടെ ഓരോ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗ രീതിയിരിക്കും. ആരോഗ്യത്തിൻ്റെയും രോഗത്തിൻ്റെയും നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെയും കഴിക്കും. ചിലവർ ഒരു 8 ദിവസം വെള്ളത്തിൽ കിടക്കും, 8 ദിവസം പതയാൻ തുടങ്ങും. ചിലർ 9 ദിവസം കിടക്കും. അത് ഓരോ മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയും അവൻ്റെ എന്തോരം അവൻ്റെ ശരീരത്തെ കോശങ്ങൾക്ക് എല്ലാം ജീർണിച്ചോ അതാ അവസ്ഥ. ചിലർ ദഹനഗ്രന്ഥിയിൽ ആസിഡിൻ്റെ പ്രക്രിയ പോലെ ഇരിക്കും. വായുമർദ്ദം കൂടുന്തോറും എയർ കൂടുന്തോറും പൊങ്ങി വന്ന് താനെ പൊട്ടണ വരെ നിൽക്കും. ചിലപ്പോൾ 14 ദിവസം വെള്ളത്തിൽ കിടക്കും. ഞാൻ 16 ദിവസം വെള്ളത്തിൽ കിടന്ന് കിടന്നിട്ടുണ്ട്. ചെന്ന് പിടിച്ചപ്പോൾ താന്നു പോയി, അണക്കം കിട്ടിയപ്പോൾ താന്നു പോയി. അടുത്ത് 16 ദിവസം വെള്ളത്തിൽ കിടന്ന് കിടന്നിട്ടുണ്ട്. അപ്പോൾ താന്നു പോകും, പതഞ്ഞ് അവസാനം പതയാവും. എല്ലാം മാംസമൊക്കെ അങ്ങനെ വെള്ള കളറായി എല്ലായിടത്തും ചിന്നി ചെറിയ പതയാവും മൊത്തം. പിന്നെ അസ്ഥിയായിട്ട് താഴ്ന്നു പോകും. വയറ് പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു, താഴ്ന്നു. ഈ താണു പോകുന്നത്, പൊങ്ങിക്കിടക്കുന്നത് അങ്ങനെ ഈ വയറ് പൊട്ടുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയിലാണോ ഇത് പൊങ്ങിക്കിടക്കുക? വയറ് പൊട്ടുന്നതിന് മുമ്പാണ് പൊങ്ങിക്കിടക്കുക. വയറ് കയറി കുടലിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ കുടലൊക്കെ പൊങ്ങിയിരുന്നല്ല മൃതദേഹം ഭാരം ദഹനഗ്രന്ഥിയിൽ ആസിഡ് വായുമർദ്ദം പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മൃതദേഹം താഴെ തുടങ്ങും. ശരീരത്തെ എല്ലാ അവയവങ്ങളിലും വെള്ളം കയറാൻ തുടങ്ങും അകത്തേക്ക്.